ഞങ്ങൾക്ക് 2 പേർക്കിടയിൽ ഒരു കുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചും ആലോചിച്ചും എടുത്ത തീരുമാനമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കിടയിൽ ആ കുഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഭാര്യയെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. എത്ര നാളായെന്നറിയോ അവൾ എന്നോട് നേരാവണ്ണം ഒന്ന് സംസാരിച്ചിട്ട്. സദാസമയം റൂമടച്ച് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അകാരണമായിട്ട് പൊട്ടിത്തെറിക്കും, വളരെയധികം ദേഷ്യപ്പെടും, ചെറിയ കാര്യത്തിന് പോലും അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഊണില്ല, ഉറക്കമില്ല, കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയില്ല. അവളൊരു അമ്മയാണെന്ന് പോലും പലപ്പോഴും അവൾ മറന്നു പോവുകയാണ്. കാര്യങ്ങളൊക്കെ എൻ്റെ കൈ വിട്ടു പോകുന്ന അവസ്ഥയാണ്. ഇന്ന് അവൾ എൻ്റെ കുഞ്ഞിനെ വകവരുത്താനായിട്ട് ശ്രമിച്ചു, സ്വയം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ചുറ്റും നിൽക്കുന്ന എല്ലാവരും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവള് മാത്രമാണോ ഒരു പെണ്ണായിട്ടുള്ളത്, ഇവള് മാത്രമാണോ ലോകത്ത് പ്രസവിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു പുരുഷൻ വളരെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചായതേ ഉള്ളൂ. അയാളുടെ ഭാര്യയുടെ പ്രസവശേഷമുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞതെല്ലാം. ഈ സിംറ്റംസ് എല്ലാം പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അതുമല്ല കുട്ടിയെയും സ്വയം വകവരുത്തുന്നു എന്ന അവസ്ഥയിലേക്ക് മാറുന്ന പോസ്റ്റ്മോർട്ടം സൈക്കോസിസും ആണെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. ഇത്തരം പ്രസവശേഷം ഇത്തരം അവസ്ഥയിലൂടെ പോകുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടത് വ്യക്തമായ കൗൺസിലിങ്ങും അതുമല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് ഇന്റർവെൻഷനും ഒക്കെയാണ്. അതല്ലാതെ ഒരിക്കലും അത് ആ സ്ത്രീയുടെ അഹമതിയല്ല. അവൾ കടന്നു പോകുന്ന സിറ്റുവേഷനാണത്. അതിന് വേണ്ടത് നിങ്ങളുടെ കെയറിംഗ് ആണ്. വീട്ടുകാരുടെയും പാർട്ട്ണറുടെയും സ്നേഹവും കരുതലും ചേർത്ത് നിർത്തലുമാണ് അവൾക്ക് വേണ്ടത്. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. താങ്ക് യു.